എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാജലക്ഷ്മി ആകെപ്പാടെ സങ്കടം അഭിനയിച്ച് വിശ്വത്തിനടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ലടാ മോനെ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം മുന്നിൽ ഞാൻ നാണക്കണം, കുഴപ്പമില്ല. മോൻ കല്യാണം കഴിച്ച് ഭാര്യ വീട്ടിലേക്ക് പൊറുതു തുടങ്ങിയത് നാട്ടുകാർ കളിയാക്കി പറഞ്ഞു ഇവൻ ഞാൻ കേട്ടോളാം എന്നൊക്കെ പറയണം. പിന്നീട് നേരെ പാറുവിന്റെ അടുത്തേക്ക് എന്നു. പാറുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഒറ്റ ദിവസം കൊണ്ട് നീ എന്റെ മോനെ അടിമയാക്കിയില്ലേ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു, നീ മിടുക്കിയല്ല, നീ മിടുമിടിക്കാന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാജലക്ഷ്മി അങ്ങോട്ട് പോകാനായിട്ട് വാതിന്റെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇതേ ഒരു കാലത്ത് നീ ഒന്നും ഗതി പിടിക്കില്ല, കാരണം ഈ പെറ്റമ്മയുടെ ശാപം അത്. പെറ്റമ്മയുടെ മനസ്സ് നോവിച്ചാൽ നീയൊക്കെ പുതിയ ജീവിതം തുടങ്ങുന്നേ. നിന്നെയൊക്കെ കൈ പിടിച്ച് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സമയത്താണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. നിനക്കൊന്നും ഒരു കാലത്തും ഗതി കിട്ടിയില്ലെന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. അത് കേട്ടപ്പോൾ പാറിന് ഭയങ്കര സങ്കടമായിപ്പോയി. പാറു പെട്ടെന്ന് രാജലക്ഷ്മിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ വരാന്ന് പറയണം. രാജലക്ഷ്മിക്ക് സന്തോഷമായി. രാജലക്ഷ്മി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞെന്ന് ചിരിക്കുവാണ്. പിന്നീട് ശോഭയുടെ അടുത്ത് എന്നിട്ട് അമ്മേ ഞങ്ങൾ പോയിക്കോളാം അമ്മയെന്ന് പറയണം. പെട്ടെന്ന് പല്ലവി വന്നിട്ട് എന്താ മോളെ നീ എന്താ പറയണേ, അങ്ങോട്ടേക്ക് പോകാനോ, നിനക്കെന്താ സമ്മതം തെറ്റിയോന്ന് ചോദിക്കാം. ഇല്ലേ ചേച്ചി, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനല്ലേ ആദ്യം തീരുമാനിച്ചേ, അങ്ങോട്ടേക്ക് പോവുകയല്ലേ ചെയ്തേ. അപ്പൊ എനിക്ക് മനസ്സിന് നല്ല ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാ ചേച്ചി, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എനിക്കൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശോഭയെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് വരാമേന്നൊക്കെ പറയണം. ഈ സമയം വിശ്വത്തിന് പിന്നെ എതിരഭിപ്രായമില്ലായിരുന്നു. പാറു ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ എതിർക്കേണ്ട കാര്യമില്ലോ. അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അവരങ്ങോട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുന്ന കഴിയുമ്പോഴത്തേനും ഇന്ദ്രൻ നിലവിളക്കൊക്കെ ആയിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ദ്രൻ നിലവിളക്കുമായിട്ട് എന്നിട്ട് പാറുവിനോട് പറഞ്ഞു, അതെ അമ്മ അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ല നിലവിളക്ക് എടുത്ത് തരാനായിട്ട്, അതുകൊണ്ട് നിലവിളക്കൊക്കെ ഒരുക്കി ഞാനാ കാത്തിരിക്കണേന്ന് പറയാം. നിലവിളക്കൊക്കെ പിടിച്ച ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് അകത്തേക്ക് കയറാൻ പറയണം. ഇത് കേട്ടതും പാറു ഒന്ന് വിശ്വത്തെ നോക്കി. വിശ്വം നിലവിളക്ക് മേടിച്ചോളാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, പാറു നിലവിളക്കൊക്കെ മേടിച്ച് ഐശ്വര്യമായിട്ട് അകത്ത് കൊണ്ടുവന്ന് വെച്ചു. പിന്നീട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല നിൽക്കണ സമയത്ത് വിശ്വത്തോടും പാറുവിനോടായിട്ട് ഇന്ദ്രൻ പറഞ്ഞു, രണ്ടുപേരും എന്ത് കണ്ടോണ്ട് നിൽക്കുക, അവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ രണ്ടുപേരും അവിടെ ഇരുത്തി. ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ കാണൂലേ, ഞാൻ ഭയങ്കര ക്രൂരനാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ എന്നെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. ഞാൻ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലവനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറുവിന്റെ വിശ്വത്തിന് തോളിലൊക്കെ തട്ടുവാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് അമ്മയെ പറഞ്ഞു വിട്ടെ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ കല്യാണക്കാർ ഞാൻ നേരത്തെ അറിഞ്ഞാന്ന് പറയണം. ഈ സമയം പാറു വിശ്വം ശരിക്കും ഒന്ന് ഞെട്ടി. നേരത്തെ അറിഞ്ഞെന്നോ? രാജലക്ഷ്മി വെച്ചു, നീ എന്തൊക്കെയാ ഇന്ദ്ര പറയണേന്ന് ചോദിക്കണം. അതേമ്മേ, നേരത്തെ ഈ കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞ, പക്ഷെ ഞാൻ ആരോടും പറയാറുന്ന എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞിട്ട് ഈ കല്യാണം മുടക്കണ്ടെന്ന് കരുതിയാ. സ്നേഹിക്കുന്ന രണ്ട് ഇണക്കുരുവികൾ തമ്മിൽ ഒന്നിക്കുന്നതിന് നമ്മൾ എതിർത്തിട്ട് കാര്യമൊന്നുമില്ല, ഇവരൊന്നിക്കേണ്ടവരാണ്, നമ്മളായിട്ട് എന്തിനാ മുടക്കണേ. അതുകൊണ്ടല്ലേ ഞാൻ അറിഞ്ഞിട്ടോ അത് അറിഞ്ഞ ഭാവം നടിക്കാതെ കല്യാണത്തിനും മുടക്കം വരായിരുന്നേ. ശരിക്കും പറഞ്ഞാല് ഇവര് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹം എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാറു വിശ്വത്തെ നോക്കി. പാറുവിന് സന്തോഷമായി. ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല, ഇച്ചിരി മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുവാണ്. അതിനുശേഷം ഇന്ദ്രൻ പറഞ്ഞു, അതെ നിങ്ങൾ ഇനി റെസ്റ്റ് എടുക്കുക, ഞാൻ ഇപ്പൊ തന്നെ വരാം എന്നും പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ്. രാജലക്ഷ്മിക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇന്ദ്രൻ എന്ത് ഭാവിച്ചാന്ന് പോലും മനസ്സിലായില്ല. ഇവരെ രണ്ടുപേരെയും കൂടെ ഇങ്ങനെ ഇത്ര ആനയിച്ച് കൊണ്ട് നിർത്തുന്നു, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണു. ഇതൊക്കെ ചിന്തിച്ചപ്പോ രാജലക്ഷ്മിക്ക് ആപ്പടെ തലയ്ക്ക് ഭ്രാന്തായിപ്പോയി. പിന്നീട് സേതുവിന്റെ അടുത്തേക്ക് പല്ലവി വരുവാണ്. അങ്ങനെ പല്ലവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു, അതെ എനിക്കെന്തോ നല്ലൊരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയണം. പല്ലവി പറഞ്ഞു, എനിക്കോ തോന്നുന്നുണ്ട് സേതു ഏട്ടാ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു പക്ഷേങ്കിൽ അങ്ങോട്ടേക്ക് പോയിരിക്കുന്ന നല്ലതിനാന്ന് തോന്നുന്നില്ല എന്ന് പറയണം. ആ ഇന്ദ്രന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം, അവൻ ക്രൂരനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, അല്ല പാറുവിന് അത്ര ഉറപ്പുള്ളതുകൊണ്ടല്ലേ പാറു പോയത്. അത് ശരി തന്നെയാ, പക്ഷെ പാറുവിന് അവന്റെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയില്ല, ഞാൻ അറിഞ്ഞിടത്തോളം വേറെ ആരും അറിഞ്ഞിട്ടില്ലോ എന്ന് പറയണം. ഇത് കേട്ടതും സേതു പറഞ്ഞു, വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം. പല്ലവി പറഞ്ഞു, എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നത് തോന്നല, എന്റെ ജീവിതം തീർന്നെന്ന് എനിക്കൊരു തോന്നൽ അറിയാന്ന് പറയണം. അതിങ്ങനെ പല്ലവിയുടെ ജീവിതം തീരുന്നു, എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. അവൻ അടങ്ങിയിരിക്കില്ല, പാറുവിനെ വെച്ച് മിക്കവാറും അവൻ കളി കളിക്ക് സേതു ഏട്ടാ, നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ലെന്ന് പറയണം. സേതു പറഞ്ഞു, അങ്ങനത്തെ കളിയായിട്ട് അവൻ വരട്ടെ, അവനെ തകർക്കാൻ എനിക്ക് അറിയാന്ന് പറയാം. ഇല്ല, സേതുവായിട്ടും ചില സമയത്ത് ഒന്നും ചെയ്യാനായിട്ട് പറ്റാതെ വരും, കാരണം പാറുവാണ് മറുവശത്ത് നിൽക്കുന്നത്. പാറുവിനെ വെച്ച് അവൻ എന്തെങ്കിലും കളി കളിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് സേതു പറഞ്ഞു, നിനക്ക് പേടിയുണ്ടോ പല്ലവിന്ന് ചോദിക്കാം. എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു ഭയം എന്നെ പിന്തുടരുന്നുണ്ട്, അതെന്തിനു വേണ്ടിയിട്ടാന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ ഭയന്ന പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അവൾ ഇവിടെയായിരുന്നു ഈ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവൾ അങ്ങോട്ടേക്ക് പോകണ്ടായിരുന്നു. ആ സമയത്ത് ആ രാജലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായി.
അവരെ കൊണ്ടുപോയിട്ട് മിക്കവാറും അവിടെ വെച്ചൊരു കളി കളിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അവരൊരിക്കലും അവരുടെ മനസ്സ് മാറി വന്നതല്ല. അവരുടെ സ്വഭാവം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയോളാം എന്നൊക്കെ സേതുവിനോട് പറയാം. സേതു പറഞ്ഞ് സാരമില്ല പോട്ടെ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, നീ സമാധാനപ്പെട്ടിരിക്കാനൊക്കെ പറയാണ്. പിന്നീട് ദിവസമൊക്കെ അങ്ങനെ പാറും വിഷുവൊക്കെ മാറുവാണ്. അതിനുശേഷം ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ വരാൻ പറയണം. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് നേരെ മുറിയിലേക്ക് ഇല്ലുവേണം. പിന്നീട് മണിയേറെയൊക്കെ ഒരുക്കിയിരിക്കുന്ന കാണിച്ചു കൊടുക്കണം. എങ്ങനെയുണ്ട്, കൊള്ളാവെന്ന് ചോദിക്കണം. ഇത് കേട്ട പാറു പറഞ്ഞു കൊള്ളാന്ന് പറയണം. വിശ്വം പറഞ്ഞു കൊള്ളാലെ, രണ്ടുപേരും ഒരുമിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്, രണ്ടുപേരും തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടല്ലോ എന്നൊക്കെ പറയണം. പിന്നീട് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ തട്ടുകൂട്ട് ഉണ്ടാക്കിയതാ, പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ, മണിയറയൊക്കെ ഒന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രി ഇവിടെ തുടങ്ങുകയെന്ന് പറയണം. ആദ്യ രാത്രി മാത്രമല്ല, ഇനി നിങ്ങളൊരു പുതിയ ജീവിതം ഇവിടെ തുടങ്ങാൻ പോണേ, അതിന്റെ ഒരുക്കങ്ങളാണ് ഞാനിവിടെ നടത്തിയെന്ന് പറയണം. പിന്നീട് രാജലക്ഷ്മി പറഞ്ഞു അമ്മ എന്ത് നോക്കിയിരിക്കും, അപ്പോൾ എടുത്തോണ്ട് വരാൻ പറയണം. അങ്ങനെ രാജലക്ഷ്മി അടുക്കളയിൽ പോയിട്ട് പാലും പഴങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കണം. ഇത് കണ്ടോ പാലും പഴമൊക്കെ, പാലും പഴവും പോലെ തന്നെ മൃദുലതയും നല്ല സന്തോഷ സമാധാനത്തോടും കൂടെ ഉള്ളതായിരിക്കണം നിങ്ങളുടെ ജീവിതം. അതിന് വേണ്ടിയിട്ടാണ് ഈ പാലും പഴമൊക്കെ. ഇതൊക്കെ കുടിച്ച് നല്ല സന്തോഷമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുക. ഇന്ന് മുതൽ നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങുക. ഭാര്യ ഭർത്താക്കന്മാരാ. ഇന്നലെ വരെ നിങ്ങൾ 2 പേരായിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുറച്ചൊരു കാര്യം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കേണ്ട ഒരു ഉപദേശം തന്നെ നടത്തുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം വിശ്വം പറഞ്ഞ് ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു ഇനി ഞങ്ങൾ കട്ടറും പോകുന്നില്ല, ബാ അമ്മേ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രാജലക്ഷ്മിയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകണം. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി വെച്ചു എന്തൊക്കെയാ ഇന്ദിരയെ കാണുന്നതെന്ന് ചോദിക്കാം. എൻ്റെ അമ്മയൊന്ന് സമാധാനിക്കുക. എങ്ങനെ സമാധാനിക്കുമെന്ന് പറ, നീ എന്തൊക്കെ പ്രകടനങ്ങളെ കാണിച്ചു കൊടുത്തേ അമ്മേ, ഇതൊക്കെ നല്ലതിന് വേണ്ടാന്നാ കരുതിയിരിക്കുന്നത്, ഒരിക്കലും അല്ല. അവളെ നമ്മൾ പെടുത്തിയതല്ലേ ആ പാർവതീനെ, പല്ലവീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനുള്ള എൻ്റെ ഏറ്റവും വലിയ നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ ധൈര്യമായിട്ടിരിക്കുക. സ്നേഹം കൊണ്ടാണോ ഞാനിങ്ങനെ ചെയ്തതെന്നാണോ തോന്നുന്നത്? ഒരിക്കലും ഇല്ല. എന്നോട് ചെയ്ത ചതി അത് ഞാൻ പൊറുക്കോ, ഒരിക്കലും പൊറുക്കാനൊന്നും പോകുന്നില്ല. അവളെ ഇവിടെ കൊണ്ടുവരും പല്ലവിയെ. പിന്നെ നമ്മുടേതായ രീതിക്കായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം എല്ലാവരെയും ഒന്ന് സോപ്പിട്ട് നിർത്തണം എന്നൊക്കെ പറയാണ്. ആ സമയം പല്ലവി അവിടെ ഇരിക്കുന്ന സമയത്ത് സേതു വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ഇനി ഇറങ്ങിയേക്കും, അവിടെ നിൽക്കണില്ല എന്ന് പറയണം. സേതുവേട്ടാ കുറച്ച് കഴിഞ്ഞിട്ട് പോയപ്പോരെ, പോയേക്കുവാ, ഇനിയിപ്പോൾ തന്നെ സമയം കുറേ വൈകില്ലേന്ന് ചോദിക്കണം. പിന്നീട് പല്ലവി പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നേക്കാം. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാര്യം അറിയാലോ, അവർക്ക് പെട്ടെന്ന് അതിനകത്തു നിന്നൊരു മനസ്സിനൊരു മാറ്റം ഉണ്ടാവണ്ടേ, പെട്ടെന്ന് സങ്കടമൊന്നും മാറത്തില്ല. അവരുടെയൊക്കെ സങ്കടം മാറിയതിന് ശേഷം ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയണം. എനിക്ക് ഇന്ദൻ്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമില്ല സേതുവേട്ടാ. കാരണം മുമ്പ് എന്നെ സഹായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എന്തൊക്കെ ബഹള കാണിച്ചു കൂട്ടിയത്, വിശ്വത്തെ അടിക്കുകയൊക്കെ ചെയ്ത് ഹോസ്പിറ്റൽ വരെ ആക്കിയതല്ലേ, അതൊക്കെ എന്നെ മനസ്സിലുണ്ടെന്ന് പറയാം. സാരമില്ല, നീ ധൈര്യമായിട്ടിരിക്കും പല്ലവി, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുത്, ആ സെക്കൻഡ് ഞാൻ ഓടി വന്നേക്കാന്ന് പറയാം. ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് പല്ലവിയുടെ അടുത്തേക്ക് വന്നിട്ട് മൂന്നൻ മാഷ് പറഞ്ഞു വേണ്ടിയിരുന്നില്ല, അവൾ അങ്ങനെ ഒരു അവിവേകം ചെയ്യേണ്ടിയിരുന്നില്ല, അവൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണ്ടായിരുന്നു പറയണ. ഇത് കേട്ടോണ്ട് വന്ന് ശോഭ പറഞ്ഞു ഇപ്പറാൻ തന്നെ എനിക്കും മാഷമുള്ളത്, ഒരുപക്ഷെ പാറുവിന്റെ ജീവൻ പോലും അപകടത്തിലാണോന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറയണം. പല്ലവി പറഞ്ഞു എന്തിനാ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലമ്മേ, ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ല പാറു, അറിയാലോ, അവൾ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്, അവള് തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ടെന്ന് പറയണം. മൂന്നും ഭാഷ പറഞ്ഞു എന്തൊക്കെയാന്ന് പറഞ്ഞാലും ആ ഇന്ദ്രൻ അവിടെ ഉണ്ടല്ലോ, അത് ഓർത്തിട്ട ടെൻഷൻ എന്നും പറഞ്ഞുകൊണ്ട് മൂന്നും ഭാഷ ശോഭ അങ്ങോട്ട് പോവാണ്. പല്ലവിക്ക് മനസ്സിലായി അവൾ ചെന്ന് പെട്ടെന്ന് കുരുക്കിനെ കുറിച്ച് ഇനി എന്തായി തീരും എങ്ങനെയായി തീരും എന്നറിയത്തില്ല, അത് ആകപ്പാടെ വിഷമിച്ച് പല്ലവി നിൽക്കുക. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.